നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 3-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 19-ാം തീയതി രവിവാരം ഞായറാഴ്ച. ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച സൂര്യോദയം 6:15 അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ്, ഉത്രം നക്ഷത്രം അല്ലേ? ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. മുപ്പൂരം പറ്റാത്ത നക്ഷത്രമാണ്, പൂരം പുരാടം പുരുരുട്ടാതി. പക്ഷേ ഉത്രത്രയം, ഉത്രാടം ഉത്രട്ടാതി, അതുകൊണ്ട് ഉത്രത്രയം കഴിഞ്ഞില്ല. 9 നക്ഷത്രങ്ങളുണ്ട്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിനം സ്വീകരിക്കാം. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാജ, രേവതി. കൃത്രിക, കാർത്തിക. ഭാഗ്യം എന്നാൽ ഉത്രം, സൗഭാഗ്യം എന്ന നക്ഷത്രമാണ് ഉത്രം. മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യത്തിന്, ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ആചാര്യർ പറയുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയയ്ക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല. ഇന്നത്തെ ദിനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഞായറാഴ്ചയാണ്, ഉത്തരം നക്ഷത്രമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര പരിപാടി ചെയ്യാം. അതിനുമപ്പുറം നന്നായി ആദിത്യ ഹൃദയമന്ത്രം ജപിക്കണം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ഇതൊക്കെ ജപിച്ച് ഇന്നത്തെ ദിനത്തെ ബലമാക്കണം. പിന്നെ ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇന്ന് ഷഷ്ഠി തിഥിയാണ്, വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. ഷഷ്ഠി വ്രതം എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്ന് തലേ ദിവസം തന്നെ എന്ത് ചെയ്യണം? നല്ല അസലായി ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിച്ച് വൈകിട്ട് അരിഭക്ഷണം ഉപേക്ഷിച്ച് ഒരിക്കലെടുക്കുക ജ്യൂസ് ഓർ ഫ്രൂട്ട്സ്. അതിലൊക്കെ വന്നുകൊണ്ട് കാലത്ത് സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട അരിപ്പായസം, ഇച്ചിരി വെള്ളം കൂടി ഏലക്കായൊക്കെ ഇട്ട് ഇല കൊണ്ട് മൂടി വെച്ച് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയുടെ അടുത്ത് വെക്കുക. സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ജപിക്കണം, മൂലമന്ത്രം ജപിക്കണം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. എന്താണ് മൂലമന്ത്രം? ഓം വജദ്ഭുവേ നമഃ. വജദ്ഭൂ സുബ്രഹ്മണ്യൻ്റെ പര്യായമാണ്. ഓം വജദ്ഭുവേ നമഃ. നല്ലൊരു പ്രാർത്ഥനയാകട്ടെ ഇന്നത്തെ ദിവസം. അതിന് പുറമെ സുബ്രഹ്മണ്യൻ്റെ ശ്ലോകം തുടങ്ങുന്നതിന് ധ്യാന ശ്ലോകം തന്നെ എന്താകുന്നു? ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യ എന്നാണ്. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ടതാണ് ഷഷ്ഠി പൂജ, സുബ്രഹ്മണ്യ പൂജ, പഞ്ചാമൃതം, ത്രിമധുരം. ഇതൊക്കെ വഴിപാടായി സമർപ്പിച്ച് ഇന്നത്തെ ദിനത്തെ മനോഹരമാക്കുക. സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രവിയാണ്, രവിവാരം. സൂര്യനെ കൊണ്ടാണ് നാം ശിവനെ ചിന്തിക്കുന്നത്. ശിവൻ്റെ പുത്രനാണ് സുബ്രഹ്മണ്യൻ എന്നൊക്കെ അറിയുക. നന്ദി, നമസ്തേ.